കുഞ്ഞനാപ്പിളേ, കുഞ്ഞനാപ്പിളേ, ഒന്ന് നിന്നേ. അല്ലേ, കുഞ്ഞനാമാപ്പിളയ്ക്ക് എന്നെ മനസ്സിലായില്ലയോ? ഞാൻ മേലാഴത്തെ കുഞ്ഞനൈന. ആളുകൾ കുഞ്ഞനാമാപ്പിളയെന്ന് വിളിക്കും. ഒന്നിനും കൊള്ളാത്ത, നാലാളിൻ്റെ മുമ്പിൽ ചെന്നൊരു വാക്കുച്ചരിക്കാൻ കഴിയാത്ത മോശയെ കർത്താവ് ഫറവയ്ക്കെതിരെ ശക്തിപ്പെടുത്തി. ഫറവയുടെ സേവകർക്കും ജനങ്ങൾക്കും മോശ മഹാപുരുഷനായി. മോശ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നത് കേൾക്കുക. അവിടുന്ന് അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നുപോകും. സിംഹാസനത്തിലിരിക്കുന്ന ഫറവ മുതൽ തിരുകല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യജാതർ മരിക്കും. കന്നുകാലികളുടെ കടിഞ്ഞൂലും ചാവും. ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാനിടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്നുയരും. ഇസ്രായേലേ, നീ സുരക്ഷിതമായി വസിക്കും. യാക്കൂബിൻ്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. ആകാശം മഞ്ഞുകൊഴിക്കും. എന്നിട്ട് മോശയുടെ കാനാൻ ദേശം എന്തി? നിന്നെ വല്ലാതെ കള്ളു നാറുന്നു. മാറി നിൽക്കാൻ. കാനാൻ ദേശമല്ല, മോശയുടെ കുഴിമാടം എന്തി? സീനാ മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം പറയാതെ പോയതിന് മോശയെ കർത്താവ് ശിക്ഷിച്ചു. മോശയെ കയറ്റിയില്ല കാനാൻ ദേശത്തോട്ട്. പോയത്തം പറയുന്നു. ഇയാൾക്ക് തീരെ വയ്യ അല്ലയോ? എന്നാലും തണ്ടും തടിയും കളയത്തില്ലല്ലോ. ഈ വടിയാ കുഴപ്പം. ഇതുണ്ടയാൾ നടക്കും. ഒറ്റയ്ക്കും തെറ്റയ്ക്കും പിന്നെയും കുത്തി നടക്കും. അതിങ്ങി തന്നേരെ തരത്തില്ല. അല്ലേ, കുളിച്ച കള്ളു അടിച്ചുകൊണ്ടൊന്ന് വില കാണിക്കുവാന്നോ? 10-90 വയസ്സായ മനുഷ്യനിങ്ങനെ ഇറങ്ങി നടക്കുന്ന കൊള്ളാമോ? അതിങ്ങി തന്നേരെ. തന്നേക്കാൻ. മേക്കിട്ടേറാൻ വന്നേക്കല്ലേ, പറയുന്നേക്കാൻ. വിട്. വിടാൻ. വടി. അയ്യോ, എന്റെ വടി ഇങ്ങിതാ. വടി ഇങ്ങി തരാൻ. എടോ, തരാനല്ലയോ പറഞ്ഞേ? അയ്യോ, കുഞ്ഞനപ്പനല്ലേ? കുഞ്ഞനപ്പ, അയ്യോ ഓടി വരണേ. കുഞ്ഞനപ്പ വീണേ. കുഞ്ഞനപ്പ ഒന്ന് ഓടി വന്നേ.
ഒന്ന് പിടിച്ചേ. ഇപ്പൊ ഞാൻ കണ്ടതാ എള്ളുപറമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്. ആ കുഞ്ഞുമണിക്കന്റെ വീട്ടിൽ വേഗം ഓട്ടെ. കൊണ്ടുപോവാ. കട്ടിലൊന്നും വേണ്ടേ പിടിച്ചേ. സൂക്ഷിച്ച്. 90 വയസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കൊള്ളാവോന്ന് ചോദിച്ചാനാ നേരത്തെ എന്റെ മെക്കിട്ട് കയറിയ. ആന്നോ? അല്ലേ പറഞ്ഞിട്ടെന്തുവാ ഓർക്കണ്ടായോ ഓരോന്ന്. അതാ പതുക്കെ പതുക്കെ. എടി പോയി അടങ്ങിയിരിക്കടി. ഓ നീ വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. അല്ലേലും നമ്മളെ പറഞ്ഞാൽ മതി. അപ്പം വീണ് കിടന്നാലും വീടിടിഞ്ഞു കിടന്നാലും അങ്ങേർക്ക് വേറെ കാര്യം കാണും. ഇതിപ്പോ കാത്തും കെട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. കീവറിച്ചെന്തായാലും പറഞ്ഞാട്ടെ, നേരല്ലയോ ഞാൻ പറയുന്നേ. നമുക്ക് നമ്മളാലാവുന്ന കാര്യം എന്തുവാ നോക്കാം, പിന്നല്ലാതെ. നാട്ടിൽ നടക്കുന്ന കാര്യമാണോ ഇത്? വല്ലവരും കേട്ടാ കുറച്ചിട്ട് നമുക്കാ. നീ ഇച്ചിരി തഞ്ചം കൂടും ആത്തോട്ടിയേ. കാര്യം ശരിയാ നീ പറയുന്നത്. പക്ഷേ നമുക്ക് ഇച്ചിരി നേരം കൂടി കാക്കാന്നേ. നമ്മുടെ കൂട്ട് തന്നെ അപ്പൻ അവൻ്റെ സ്വന്തം അല്ലയോ. നമ്മൾ ഗൗനിച്ചില്ലായിരുന്നെന്ന് പിന്നെ ആരെങ്കിലും പറഞ്ഞാ അത് നമുക്കാ കുറച്ചില്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിനക്ക്? ഓ എന്തോ മനസ്സിലാവാനാ. അപ്പനെ കാണാൻ വരുന്നതിന് നേരെ നോക്കണമെന്ന് പറയുന്നതേ 4 ജാതിക്കും ചേരാത്ത പണിയാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. കുഞ്ഞിറുക്ക വടക്കം പോലെയാണോടാ? പാണ്ടിയ തീനിപ്പൊങ്ങ് ചവക്കുന്ന കൂട്ടാ. ഓ ചവ കൊള്ളത്തില്ലെന്നേ. കർത്താവേ, കാലിന് വലിയ വലിച്ചില്ല. രാത്രി ആകുമ്പോഴാ. നമ്മുടെ കൊച്ചുകളത്തിൽ അടയ്ക്കുകയാണോടാ? ഓ എവിടുന്നാ? ഒറ്റ കവുങ്ങില്ല കാറ്റ് വീഴാത്ത. ഞാനും അപ്പനും കൂടെ ഇടയാറ്റുമലയെന്ന് കൊണ്ടുവച്ചതാ ആ തറയിലെ കവുങ്ങൊക്കെ. ഓ കവുങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ 5 or 10 മൂട് കാണും. തറ എൻ്റെ കിട്ടുമ്പോ ആണ്ട വന്നേക്കുന്നു. 10 മൂട് കവുങ്ങെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലയോടാ? ഒന്നുമില്ലേ നിനക്ക് മുറുക്കാനുള്ള വക കാണുമായിരിക്കുമല്ലോ. നല്ല കരപ്പുറം വെറ്റിലേ ഇടയാറ്റുമലയിലെ ചെറിയ അടക്കയും കൂട്ടി ഒരു മുറുക്കം ഉണ്ടായിരുന്നു. മുറുക്കെന്ന് പറഞ്ഞാ വെറ്റില 1, 2 അല്ലായിരുന്നു അന്ന്. അല്ലേ, മുറുക്കുന്ന കഥ പറയാനാണോ നമ്മളിവിടെ കൂടിയേ? എടാ കുഞ്ഞിറുക്ക, ഒരു മുറുക്കാൻ ഇങ്ങനെടാ വിടി. ഇതേ 2 പേരോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. ഇനിയും നമ്മൾ ഫിലിപ്പോച്ചനെ നോക്കിയിരുന്ന് വെളുക്കത്തേ ഉള്ളൂ.
ദാണ്ടെ ഫിലിപ്പോസ് ഉപ്പാപ്പൻ വന്നു. ഇച്ചായൻ എന്താ ഇത്രയും താമസിച്ചേ? ഓ, കാലത്തെണീറ്റ് പന്തളത്ത് പോയതാ. അവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട്. അപ്പാ അപ്പാ വയ്യാതിരുന്നപ്പോ അപ്പൻ എന്തിനാ ഇറങ്ങി നടന്നേ? ദേ, അപ്പനെ ഇനി ഇറക്കി നടത്തരുത്. അത് പറയാനെ കൊണ്ടാ കീവറിച്ചായ എല്ലാവരും വരണമെന്ന് പറഞ്ഞേ. ഹും. അല്ല, ഇനിയിപ്പോ എന്തോ വേണമെന്നാ? എത്ര നാളുകൊണ്ട് ഞാൻ അപ്പനോട് പറയുന്നെന്നറിയാവോ? വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞാൽ അപ്പം കേൾക്കത്തില്ല. വയസ്സാകും തോറും കൊച്ചു പിള്ളേരുടെ കൂട്ടാ. ഓ, ഈ 90-ാം വയസ്സിൽ ഇനി അപ്പനെ കൊണ്ട് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമോ? അല്ലേ, നേരല്ലയോ ഞാൻ പറഞ്ഞേ? അങ്ങനൊന്നും ആരും പറയുന്നിട്ട് ജീവിച്ചിട്ടുള്ള അപ്പനല്ലെന്ന് അറിയാമല്ലോ. പിന്നെന്തിനാ അതും ചിന്തിച്ചോണ്ടിരിക്കുന്നേ? ഓ, അടയ്ക്കാമരത്തിൽ നിന്ന് തേങ്ങാ വിരിക്കാമെന്ന് ആലോചിക്കുന്ന കൂട്ട്. എടാ, അതേ, ഉന്തുകാലെ തള്ളി നടക്കാൻ വയ്യാതെ വന്ന തന്നെത്താൻ അറിഞ്ഞ് ഒരിടത്ത് ഒതുങ്ങിക്കിടക്കണം. നമ്മൾ ഇങ്ങനെ നടക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തോ ചെയ്യാനാ? എന്തായാലും അപ്പനെ ഇനി ഇങ്ങനെ തവണ ഉണ്ണിക്കാൻ നടത്തുന്നത് ശരിയാവത്തില്ല. അപ്പന് ചെലവിനുള്ളത് അപ്പൻ കിടക്കുന്നിടത്ത് കൊടുക്കണം, അല്ലാതെ പറ്റത്തില്ല. അമ്മച്ചി, അമ്മച്ചി, അപ്പം ഫിലിപ്പോസ് ഉപ്പാപ്പനായിട്ട് വഴക്കുണ്ടാക്കുന്നു. അപ്പന് വലിയ ദേഷ്യ. ഉപ്പാപ്പൻ എന്താണ്ട് പറഞ്ഞപ്പോഴേ അപ്പൻ തിന്നാൻ ചെല്ലുന്നു. അങ്ങോട്ട് മാറി എന്നേ പൊടിപ്പെണ്ണേ. കാലത്തെ വലിയ വർത്താനം പറഞ്ഞോണ്ട് ഇറങ്ങിക്കുവാ. ചുമ്മാ നിന്നെ പൊടിപ്പെണ്ണേ. കാലും കൈയും ധരിക്കുന്നു നിനക്ക്. വായിക്കാനും പഠിക്കാനും ഒന്നും ഇല്ലയോടി? ചെന്നേ. എല്ലാവർക്കും എല്ലാം പറയാം. അപ്പനെ കാണുന്നത് നോക്കുന്നത് ഞാനാ. അതുകൊണ്ട് പറയുവാന്ന് കൂട്ടിക്കോ. ചികിത്സയുടെ കാര്യമൊക്കെ ശരിയാ. ചികിത്സയ്ക്കും ഇല്ലേ ചട്ടമടക്കവും എല്ലാം? അത് നടക്കണ്ടായോ? ഓ, അതൊക്കെ ഇതുവരെ നടന്ന പോലെ അങ്ങ് നടന്നോട്ടാ മാത്തുക്കുട്ടിയെ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? അങ്ങനെ ആരും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. രേഖ കാണുന്നുണ്ട് പുണ്യവാനച്ച ഊർധരേഖ കാണുന്നുണ്ട് അല്ലേ കുറുപ്പച്ചനോ? വേലിക്ക് നിന്ന് പെടുത്തേച്ച് കവുങ്ങും തെങ്ങൊന്നും മറിച്ചിട്ടേക്കല്ലേ? നോക്കി നിന്നോ, വീഴുമ്പോ തലച്ചവിടായിട്ട് കൊണ്ടുപോവാ. കുറുപ്പച്ചൻ 2 കെട്ടി ഒഴിഞ്ഞേച്ച് 3-ാമത്തെ സംബന്ധം പുളിമനത്തറയിലെ നായരുടെ അങ്ങ് കൂടാൻ പോണെന്ന് കേട്ട്. കവുങ്ങുവല്ലോ ഉണ്ടേ സൂക്ഷിച്ച് വെച്ചേര്, 3-ാം കെട്ടിന് പന്തലിടാം. അങ്ങനെയാടാ ആണുങ്ങള്. അല്ലാതെ നിന്റെ കൂട്ട് വലയും മാങ്കോട്ടയും തൂക്കി കാലത്തേ മുതൽ കായലിലേക്ക് ചാടിയ കൂട്ട് വിരലിക്ക് അങ്ങ് നിന്നാ മതിയോ? അല്ല പിന്നെ.
താണ്ടേ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേന്ന്. ഞാൻ വിചാരിച്ചു വരത്തില്ലെന്ന്. അപ്പൻ എങ്ങനുണ്ട്? കിടക്കുവാ, തല കറങ്ങിയതാന്ന് തോന്നുന്നു. കിടക്കട്ടെ കിടക്കട്ടെ. വയസ്സായ ദീനത്തിന് കിടപ്പാണ് നല്ലത്. ഞാൻ വന്നതേ അപ്പനുള്ള മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ കിഴക്കുമ്പുറത്ത് നിറച്ചു ആളാ. പിന്നെ കുഞ്ഞാനാപ്പിളേക്ക് മരുന്നില്ലാതെ പറ്റുക ആരുമില്ല. അല്ല, കൊച്ചിലേ കറുപ്പ് കഴിച്ചിട്ടുള്ള ശീലമല്ലയോ, പിന്നെങ്ങനാ? എനിക്കാണേ 3-ാം കുറ്റി വരെ ഒന്ന് പോവുകയും വേണം. നേരത്തെ പോയാൽ വേണേ കൈപ്പള്ളിക്കാരാമ വരെ പോയിച്ചിങ്ങ് വരികയും ചെയ്യാം. എന്നാ പിന്നെ 2 പോക്കങ്ങ് ഒഴിഞ്ഞേനെ. ഞാനാണെങ്കിൽ അങ്ങ് വലഞ്ഞ് നിൽക്കുക. അതാ. എന്നാ പിന്നെ അതിങ്ങ് തന്നേരെ. അയ്യോ, എന്തവാ എന്തോ അമ്മച്ചി? എന്തുവാ എന്തുവാ അവിടെ? എന്തോ പറ്റിയടി? എന്തോ പറ്റിയെന്ന്? വേലിക്ക് കൈവച്ചപ്പോഴേ ഒരു മുട്ടം പച്ചോന്ത്. ഓ, അത്രേ ഉള്ളോ? എന്നിട്ടാണോ വിളിച്ച് കൂവിയേ? ഷടാ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. എടി, അപ്പുറത്ത് ഇത്ര ആളില്ലയോ? ഇച്ചിരി അനന്ന വെള്ളം കൊടുത്തുകൂടായോ? എന്തിയെ അമ്മച്ചി പച്ച ഒന്ന്? ഓന്തിന്റെ നേരം മാറുമോ അമ്മച്ചി? അത് മനുഷ്യന്റെ ചോര ഊറ്റിക്കിടിക്കുക അല്ലയോ? അല്ലേ, ഇച്ചാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം കേട്ടില്ലേ, അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കിയേ ഒക്കത്തുള്ളൂ. എന്തായാലും അപ്പനെ ഇങ്ങനെ തവണ ഉണ്ണാൻ നടത്താൻ പറ്റത്തില്ല. എന്തവാ വേണ്ടെന്ന് പറയുന്നത്? അല്ലാതെ മുരിങ്ങക്കൊമ്പിൽ മൂങ്ങിയിരിക്കുന്ന കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ല. ഇപ്പം എന്തവാ വേണ്ടെന്ന് പറഞ്ഞാട്ടെ. എനിക്കാണെങ്കിൽ പോയിട്ട് ഇത്തിരി ദുരിശമുണ്ട്. പറഞ്ഞല്ലോ, അപ്പന് വീട് കയറി ഇറങ്ങേണ്ടി വരരുത് എന്ന് വെച്ചാൽ അപ്പന് ചെലവിനുള്ള വക ഇവിടെ കൊടുക്കണം. ഹാ, അതെന്തോയിനാ? അല്ലേ, എന്നാ പിന്നെ അപ്പനെ ഞാൻ കൊണ്ടുപോകത്തില്ലയോ? ഓ, എന്നാ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ആയിക്കോ. അപ്പാ അപ്പാ, വിളിച്ചത് കേട്ടില്ലയോ അപ്പാ? അപ്പാ, ഞാൻ പറയുമായിരുന്നു, കേൾക്കുന്നുണ്ടോ അപ്പാ? കേക്കാവിടാ, കേക്കുന്നതാ കുഴപ്പം. അപ്പൻ എൻ്റെ കൂടെ വീട്ടിൽ വരണം. കാറ് കൊണ്ടുവരാം. അപ്പാ, ഞാൻ പറയുന്നത് കേൾക്കണം. അപ്പൻ എൻ്റെ കൂടെ വീട്ടിൽ വരണം. ഞാൻ പറയുന്നത് അപ്പന് മനസ്സിലായോ? ഇവിടെ കിടന്നോണാ. അവിടെ ഇവിടെ കിടന്നാ മതി. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മനസ്സിലായിട്ടാ. പൊയ്ക്കോ നീ. ഇനി നീ അപ്പനെ ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് നീ എന്തവാ വേണ്ടേ? ഓർത്ത ഒരനാഴിക നേരം.